പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി ഈ ഷോർട്ട് മെസ്സേജ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവും ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്ത് ചിന്ത ഒന്നിലും ലജ്ജിപ്പിക്കാത്ത കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പല മേഖലകളിലും നാം ലജ്ജിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും, നാണം കെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ സർവശക്തനായ ദൈവം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ലജ്ജിപ്പിക്കുവാൻ ഇടവരാതെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ എങ്കിൽ ജീവനാൽ ആകട്ടെ മരണത്താൽ ആകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ആമേനോട് അപ്പോസ്തലനായ പൗലോസ് കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ആമേൻ എഴുതപ്പെട്ട ഒരു അധ്യായമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആമേൻ ജയിലറയിൽ ആമേൻ അല്ലെങ്കിൽ തടവിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എഴുതിയ ഒരു അധ്യായമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും വളരെ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും പൗലോസിന് പറയാനുണ്ടായ ഒരു കാര്യം: അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം ഉണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ എങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ. ആമേൻ. മരണകരമായാലും ജീവനോടെ നിലനിൽക്കാനായാലും ക്രിസ്തുവിന്റെ സാന്നിധ്യം തൻ്റെ മേൽ ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശയാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ലജ്ജിക്കുന്ന നിലവാരത്തിലുണ്ടാകുന്ന ചില പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം, കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ അകപ്പെട്ട് നിന്നെ ലജ്ജിപ്പിച്ച് കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ ശത്രുവാകുന്നവൻ പദ്ധതി ഒരുക്കുമ്പോൾ, നിന്നെ പരാജയപ്പെടുത്തി കളയുവാൻ ദുഷ്ടൻ പദ്ധതി ഒരുക്കുമ്പോൾ, നിന്നെ മുടിച്ചു കളയുവാൻ ദുഷ്ടൻ പദ്ധതി ഒരുക്കുമ്പോൾ, നിന്നെ തകർത്ത് കളയുവാൻ ദുഷ്ടൻ പദ്ധതി ഒരുക്കുമ്പോൾ, സർവശക്തനായി ദൈവം വിളിച്ചു പറയുന്നു: ഏത് കാരാഗ്രഹത്തിന്റെ നടുവിലാണെങ്കിലും, ഏത് ലജ്ജിപ്പിക്കുന്നതിന്റെ നടുവിലാണെങ്കിലും, ആര് ലജ്ജിപ്പിക്കുവാൻ നോക്കിയാലും സർവശക്തനായ ദൈവം നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അവിടെ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി: എനിക്ക് ഒട്ടും ലജ്ജ വരാതെ എല്ലായ്പ്പോഴും എന്ന പോലെ എപ്പോഴും പൂർണ്ണ ധൈര്യത്തോടെ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ മഹിമപ്പെടുമെന്നുള്ള തൻ്റെ ആകാംക്ഷയും പ്രത്യാശയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ അകപ്പെട്ടാലും തനിക്ക് വിഷയമല്ല എന്നുള്ള ചിന്തയാണ് അവിടെ കാണാൻ. ഫിലിപ്പിയർക്ക് ഉള്ള ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് തടവിലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആമേൻ. 1-ാം അധ്യായത്തിന്റെ 12-14 വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ആമേൻ അദ്ദേഹം തടവിലായിരിക്കുമ്പോൾ തന്നെയാണ് ആമേൻ സുവിശേഷം എഴുതുന്നത്. കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ, പ്രതികൂലം അനുഭവിക്കുമ്പോൾ തന്നെയാണ് ഈ ആമേൻ ലേഖനം എഴുതുവാനിടയായി തീരുന്നത്. അവിടെ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ സഹായവും തനിക്ക് രക്ഷയായി തീരുമെന്ന് അദ്ദേഹം ഉറച്ച ഒരു വിശ്വാസം തന്റെ ജീവിതത്തിൽ എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രികാലം പറയാൻ കഴിയും, പ്രിയമുള്ളവര്, എന്നെ ലജ്ജിപ്പിക്കാൻ നോക്കുന്നവരുടെ നടുവിൽ നിന്ന് ആമേൻ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവാത്മാവിനെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീരും. 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ആമേൻ, അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്നെ ദൈവം വിടുവിക്കുവാനിടയായി തീരും. അടുത്ത വാക്യം ഇങ്ങനെ ചിന്തിക്കുന്നു: ജീവിച്ചിരുന്നാലും മരിച്ചാലും ക്രിസ്തു മഹത്വപ്പെടണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആഗ്രഹം. 1-20-ാം വാക്യത്തിൽ, ഇപ്പോൾ വായിച്ച വാക്യത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്: ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവാണ് പ്രധാനമെന്ന് താൻ അവിടെ എടുത്തു വെളിപ്പെടുത്തി കാണിക്കുന്ന ഈ അനുഭവമാണ് കാണാൻ കഴിയുന്നത്. അടുത്ത ചിന്ത ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് അദ്ദേഹം അടുത്ത വാക്യത്തിൽ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് എന്ന് പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ തന്നെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നതും എനിക്ക്
എനിക്ക് ആമേൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം, മരിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിൽ ലാഭമായി ഞാൻ എണ്ണുവാൻ തക്കവണ്ണമിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാല ദൂത് വിളിച്ച് പറയാം, പ്രതികൂലത്തിന്റെ നടുവിലും ആമേൻ തകരപ്പെടുന്ന അനുഭവത്തിന്റെ നടുവിലും ലജ്ജാകരത്തിന്റെ അനുഭവത്തിൽ പോകുന്ന സാഹചര്യങ്ങളിലും ദൈവാത്മാവിൽ പൗലോസ് പറയുന്നത് പോലെ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലാണെങ്കിലും തന്റെ പ്രത്യാശയിൽ നിലനിൽക്കുവാനിടയായി തീർന്നത് പോലെ, തന്റെ പ്രത്യാശയിൽ പുറത്തു വരുവാനിടയായി തീർന്നത് പോലെ, താൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം ഒന്ന് പറയുവാൻ കഴിയുമോ? ആമേൻ, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ ഞാൻ മരിക്കും, ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ ജീവിക്കും. ആ ഒരു പ്രത്യാശ എന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ക്രിസ്തു എന്നെ ലജ്ജിപ്പിക്കുവാൻ അനുവദിക്കത്തില്ല. എവിടെ ഞാൻ പരാജയപ്പെടുന്നു, എവിടെ ഞാൻ ലജ്ജിതനായി തീരുന്നു, എവിടെ ഞാൻ തകർന്നു പോകുന്നുവോ അവിടെ സർവശക്തനായ ദൈവം എന്റെ ലജ്ജയെ മാറ്റി, എന്റെ തകരപ്പെടുന്ന അനുഭവങ്ങളെ മാറ്റി, എന്റെ ഉടയപ്പെടുന്ന അനുഭവങ്ങളെ മാറ്റി, എന്റെ കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളെ മാറ്റി സർവശക്തനായ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീരുമെന്ന് അപ്പോസ്തലൻ പൗലോസ് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നത് പോലെ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ ഒന്ന് വിശ്വസിക്കാൻ നീ തയ്യാറാണോ? ഏത് ലജ്ജിപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നാലും, ഏത് പരാജയപ്പെടുത്തുന്ന അനുഭവങ്ങൾ കടന്നു വന്നാലും, ഏത് കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ കടന്നു വന്നാലും സർവശക്തനായ ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള ഒരു പ്രത്യാശ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ലജ്ജിപ്പിക്കുവാൻ അനുവദിക്കാതെ സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ആമേ, നാട്ടുകാരുടെ മുന്നിൽ, വീട്ടുകാരുടെ മുന്നിൽ, സമൂഹത്തിന്റെ മുമ്പിൽ നിന്നെ ലജ്ജിപ്പിക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല, സമൂഹത്തിന്റെ നടുവിൽ നിന്നെ മാനിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ, പ്രത്യാശയോടെ മുന്നേറുവാൻ ദൈവാത്മാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആമേൻ, മാനിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയിൽ നിലനിൽക്കാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.